ഓർക്കുന്ന അങ്ങനെയാണ് الذين يذكرون الله قياما وقعودا وعلى جنوبهم يتفكرون. കണ്ടോ, പരിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണത്. നമുക്ക് 15 വയസ്സ് പ്രായപൂർത്തിയായത് മുതൽക്ക് പിന്നെ നമുക്കതിന്റെ ബാധ്യത, അതിന്റെ കടമ നമ്മൾ റൂഹ് തൊണ്ടക്കുയിലെത്തുന്നത് വരെയാണ്. അതാണ്, മനസ്സിലായി? അപ്പൊ അതുവരെ നമ്മൾ നിസ്കരിക്കണം. ഇക്കാര്യത്തിന് യാതൊരു വിട്ടുവീഴ്ചയില്ല, ഏത് ഔലിയക്കും വിട്ടുവീഴ്ചല്ല. അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്ത സഹാബത്തിന് അങ്ങനെയല്ലേ? നിക്കരിച്ചു കൊണ്ടിട്ട് ഫർദും സുന്നത്തും ഒക്കെ നിക്കരിച്ചിട്ട് പിന്നെ കാല് നീര് വന്നമ്പില്ലേ, രാത്രി ഉറക്കൊഴിച്ചുകൊണ്ട് നിക്കരിച്ചിട്ട് കാല് നീര് വന്നമ്പുകയാണ് ചെയ്തത്, അല്ലേ? എന്നിട്ടല്ലേ സൂറത്ത് താഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആൻ ഇറക്കി, നബിയെ തങ്ങൾ ഇത്ര വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഹലോ, അപ്പൊ അങ്ങനത്തെ നബിയാണ്. എന്തിനാ നബിയെ തങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, അഫലാ അകൂന അബ്ദൻ ശകൂറാ, എനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു തന്ന നിഅമത്ത് ലോകത്തൊരു നബിക്കും ഒരു പ്രവാചകനും ഒരു പടപ്പിനും അല്ലാഹു ചെയ്തിട്ടില്ല. അങ്ങനത്തെ മനുഷ്യനായിരിക്കുന്ന എനിക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് എനിക്ക് ശുക്ർ ചെയ്യണ്ടയോ ആയിഷ? കണ്ടോ, ആയിഷ നബി മുന്നേ ഉണ്ടില്ല, അവിടേക്ക് സുക്കൂത്തായി. മനസ്സിലായി? അപ്പൊ മഹ്ശറിയിലെ ജനങ്ങൾ പൊറുതിമുട്ടുന്ന സമയത്ത് എല്ലാ നബിമാരുടെ അടുത്തേക്കും ചെല്ലും. കുറ്റം ചെയ്ത് സെറ്റ് മറച്ചു വെച്ചിട്ട് ചതിപ്പ് ചെയ്ത് വഞ്ചന ചെയ്ത് നുണ പറഞ്ഞ് കവർന്ന് ചെയ്തുകൊണ്ടുന്ന ഹറാമിന്റെ മുതല് മക്കളെ തീറ്റിയിട്ട് മക്കളൊക്കെ വഴിതെറ്റിപ്പിച്ചു. എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും തൊഴിൽ ചെയ്യുക, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, ആ പണം കൊടുത്ത് തീറ്റിക്കൊണ്ട് ഭാര്യ മക്കളെ മുഴുവനും മടക്കാക്കി. ഹലാലായിരിക്കുന്ന മുതൽ നിന്റെ ഭാര്യ മക്കളെ 40 ദിവസം നീ തീറ്റിയാൽ അവരുടെ ഹൃദയം പ്രകാശിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യാൻ പാടില്ല. ജോലി ചെയ്യുമ്പോൾ ഹലാൽ നമുക്ക് നിയ്യത്ത് നന്നാക്കി ചെയ്യണം. മുതലാളിനെ നമ്മൾ അടങ്ങാറാക്കാൻ പാടില്ല. വാങ്ങുന്ന പൈസ നമുക്ക് ഹലാലാവണം. നുണ പറഞ്ഞു മേടിക്കരുത്. എങ്ങനെയൊന്നും ചെയ്തത് വയറത്ത് കല്ല് വെച്ച് വെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനല്ലേ പ്രവാചകൻ പഠിപ്പിച്ചെന്നത്. അപ്പൊ നല്ല മുതൽ തീറ്റണം മക്കളെ. അതുകൊണ്ടാണ് ഈ മക്കളൊക്കെ പേച്ചു പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ നിർത്തുകയാണ്. അപ്പൊ ഇങ്ങനത്തെ അവസ്ഥയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോ അഷ്റഫുൽ ഖൽഖിന്റെ മുത്തിങ്ങള് മഹ്ശറിൽ അവരുടെ പ്രകാശങ്ങള് പുറത്തേക്ക് ചാടുന്നതിന്റെ വഴിയാണ് ശരീരം. ആ പ്രകാശങ്ങൾ മുമ്പിലും മേക്കലും താഴ്ഭാഗത്തും മേലുഭാഗത്തും എല്ലാ ഭാഗത്തും ഉണ്ടാകും. അത് വുദൂ ചെയ്ത കാരണം കൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി, 14-ാം രാവ് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നതെങ്കിൽ അതുപോലെയായിരിക്കും എൻ്റെ റബ്ബിനെ നിങ്ങൾ കാണുക എന്ന്. മഹ്ശറിൽ റബ്ബുൽ ഇസ്സത്തിനെ കാണുന്ന കോലം അതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അതിനോട് ബന്ധിച്ചുകൊണ്ട് ഉദിക്കപ്പെട്ടതായിരിക്കുന്ന നക്ഷത്രങ്ങൾ അസ്ഹാബീ കന്നജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനൊക്കെ സീനത്ത് സയ്യന്ന സമാ ദുനിയാ ബിമസാബിഹാ. അപ്പോ ആകാശത്തിനെ ഭംഗിയാക്കാൻ വേണ്ടി പടക്കപ്പെട്ട നക്ഷത്രങ്ങളെ പോലെ അസ്ഹാബീ കന്നജൂം. കണ്ടോ, അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. എന്റെ ഉമ്മത്തീങ്ങളൊക്കെ അതുപോലെയാണ് എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി. ഈ കോലത്തിലാണ് ഞമ്മക്ക് ദീൻ പഠിപ്പിച്ചത്. ഈ നബി ഞമ്മക്ക് ദീൻ പഠിപ്പിച്ചത് ഈ കോലത്തിലാണ്. അത് ഏറ്റവും ദീന് 100% പഠിച്ച് സ്വീകരിച്ച നബി ആളാരാണ്? ബഹുമാനപ്പെട്ട് സിദ്ദീഖെന്നവരാണ്. സിദ്ദീഖിന്റെ ഈമാൻ ഒരു തട്ടിലിട്ടു മറ്റുള്ള എല്ലാ ആൾക്കാരത് മറുതട്ടിലും ഇടുകയാണെങ്കിൽ അത് മുൻതൂക്കമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അങ്ങനത്തെ ശ്രദ്ധിക്കുന്നവർ പറയാണ്, മൻ അൻഫഖ ദിർഹമൻ ലിമൗലിദി റസൂലില്ലാഹി കാന റഫീഖി ഫിൽ ജന്നാ. കണ്ടോ, നബിന്റെ മൗലിദ് ഓതാൻ വേണ്ടിയിട്ട് ₹1 ഒരാൾ ചെലവ് ചെയ്താൽ അവൻ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ് എന്ന്. കണ്ടോ, നബി പഠിപ്പിച്ചതല്ലേ. ഓലാളെ നമ്മളെക്കാളും ഒക്കെ വിവരമുള്ള ആൾക്കാരല്ലേ. അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തുനിന്ന് നേരെ തീം പഠിച്ച ആൾക്കാർ ഓല പഠിപ്പിച്ച് അങ്ങേയറ്റം പഠിപ്പിച്ചിട്ട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, എന്റെ ശേഷം നബി വരികയാണെങ്കിൽ അത് സദീഖായിരുന്നു. സിദ്ദീഖിന്റെ ശേഷം നബി വരികയാണെങ്കിൽ സിദ്ദീഖിന്റെ ശേഷം നബി വരികയാണെങ്കിൽ അത് ഉമറുൽ ഫാറൂഖ് ആയിരുന്നു. ഉമറുൽ ഫാറൂഖിന്റെ ശേഷം നബി വരികയാണെങ്കിൽ കണ്ടോ, ഉമറുൽ ഫാറൂഖിന്റെ ശേഷം നബി വരികയാണെങ്കിൽ അത് ഉസ്മാനായിരുന്നു. ഉസ്മാന്റെ ശേഷം നബി വരികയാണെങ്കിൽ അത് അലിയായിരുന്നു. കണ്ടോ, അപ്പോ പിന്നെ ഉസ്മാനിന്റെ ശേഷം നബി വരികയാണെങ്കിൽ അത് പിന്നെ അത് അലിയായിരുന്നു. അന മദീനത്തുൽ മിയാലിയും ബാബുഹാ. ഈ ഇൽമിന്റെ കോട്ട ബഹർ, അഷ്റഫുൽ ഖൽഖിന്റെ ഇൽമാകുന്ന ബഹർ. കുല്ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ. കണ്ടോ, അപ്പൊ അങ്ങനെ ഇൽമിന്റെ ബഹർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നബി അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നൂറാനിയത്ത് കൊണ്ട് ഇൽമു കൊണ്ടിട്ട് നിറക്കപ്പെട്ടതായിരിക്കുന്ന നബി. കണ്ടോ, അപ്പൊ ആ നബിന്റെ ഇൽമും അറിവൊക്കെ കിട്ടാൻ ഒരു വകുപ്പുണ്ടാക്കണം എന്നാ പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് പറയുന്നു, അന മദീനത്തുൽ ഇൽമിയും ബാബുഹാ. അത് അലിയാകുന്ന ഗേറ്റിലാണ്. അതിനെ മറക്കപ്പെട്ടതൊക്കെ വിശാലമായ കാര്യമാണ്. അത് ഫാത്തിമ ബീവിന്റെ മഹദലും കൂടി അതിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറയാൻ സമയമില്ല, നിർത്തുകയാണ്. അപ്പൊ ഇങ്ങനെ പിന്നെ ഈ ദിവസം, ഇന്നത്തെ ദിവസം, അങ്ങനത്തെ ദിവസം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ബാബ് തുറക്കപ്പെട്ട ദിവസമാണ്. എന്തേ, അഷ്റഫുൽ ഖൽഖ് ജനിച്ച ദിവസമായതുകൊണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഈ അള്ളാഹുവിന്റെ ഇൽമ്, അള്ളാഹുവിന്റെ നൂറ്, മനസ്സിലായില്ലേ? അപ്പൊ ആ അഷ്റഫുൽ ഖൽഖിന്റെ ശേഷം ലോകത്ത് ഏറ്റവും അല്ലാഹുവിന്റെ ലദുന്നിയായിരിക്കുന്ന ഇൽമ് ലഭിച്ച മനുഷ്യനാണ് ഖദർ അലൈഹിസ്സലാം. 4000-ൽ പരം കൊല്ലം ജീവിച്ച മനുഷ്യനാണ്. ഇന്നിപ്പോ നമ്മളെ സദസ്സിലുണ്ട്, ഇന്നിവിടെ ഉണ്ട്. 4000-ൽ പരം കൊല്ലം ജീവിച്ച മഹാനാണ്. അവർക്ക് അള്ളാഹു ഈ മൂസ നബി അലൈഹി സ്വലാമിനൊക്കെ ഓവർടേക്ക് ചെയ്യാനും മറ്റുള്ള അമ്പിയാക്കന്മാരോട് പോയിട്ട് അള്ളാഹിന്റെ ഇൽമ കൊടുത്ത മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഹൂർ അലൈഹി സ്വലാം. 4000 കൊല്ലം അള്ളാഹിന്റെ ഹറമില്, അല്ലേ, അള്ളാഹുവിന്റെ ഹറമിലിരുന്നിട്ട് അള്ളാഹിന്റെ പേര് വിളിച്ച് ഇസ്മുൽ ആദം കൊണ്ടിട്ട് വയറ് നിറച്ച മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഖദർ അലൈഹി സ്വലാം. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ മഹത്തുക്കൾക്ക് കൊടുക്കുന്ന ദറജക്കും ഒന്നും കൈവില്ല. അതുകൊണ്ട് ഏത് സദസ്സിൽ വെച്ച് അവർ പറയപ്പെടുന്നു, അവര് നമ്മളെ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവിടെ ആ സമയത്ത് സെക്കൻഡ് വെച്ച് പ്രത്യക്ഷപ്പെടാനുള്ള കഴിവല്ല കൊടുത്തിട്ടുണ്ട് ഖദർ അലൈഹി സ്വലാമിന്. അതേതെങ്കിലും ഒരു നല്ല കോലത്തിലേ കോലപ്പെടുള്ളൂ. നല്ല രൂപത്തിലേ കോലപ്പെടുള്ളൂ. വൃത്തിയിട്ട കോലത്തിലൊന്നും അള്ളാഹുവിന്റെ മഹത്തുക്കൾ കോലപ്പെടൂല. അത് ഈ ഭൂമി ലോകത്ത് മൗത്തായി പോയ മഹാന്മാരൊക്കെ നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ അവർ ഒരുമിച്ച് കൂടും, നല്ല കാര്യത്തിനൊക്കെ ഒരുമിച്ച് കൂടും. അവർ ഏതെങ്കിലും വേഷം കെട്ടിയിട്ടാണ് വരിക. മനസ്സിലായില്ലേ? അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ദീനുൽ ഇസ്ലാം. അപ്പം ഇങ്ങനെയൊക്കെ ദീൻ പഠിപ്പിച്ചവരാണ് നമ്മളെ നബിമാരും അള്ളാഹുവിൻ്റെ മഹത്തുക്കളൊക്കെ. അതുകൊണ്ട് അവരാണ് മഹത്തുക്കൾ. നമ്മൾ എന്തെങ്കിലും തോന്നിയസം പറഞ്ഞിട്ടും പഠിച്ചിട്ടൊന്നും നമ്മൾ ജീവിക്കണ്ട. നമ്മൾ നല്ലവരായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അതൊക്കെ നല്ലൊരു മനുഷ്യന്മാരായിട്ട്
നമ്മളും ജീവിക്കണം. നമ്മളെ ഭാര്യമക്കളെ നമ്മൾ പോറ്റി വളർത്തും വേണം. നല്ല മുതൽ അവർക്ക് കൊടുക്കും വേണം. നമ്മൾ ആരും ഗീബത്തും നമീബത്തും പറഞ്ഞിട്ട് നാട്ടിൽ ഫിത്തനയും ഫസാദും ഉണ്ടാക്കുകയും ചെയ്യരുത്. നാട് നിയന്ത്രിക്കുന്ന നാട്ടിൽ നന്നാകും ഉലമാവ് ഉമറാകും എന്ന് പറയുന്ന രണ്ട് കൂട്ടരാണ്. അവരെപ്പോഴും നാട്ടിൻ്റെ നന്മ അവരെ അള്ളാഹു ഏൽപ്പിച്ചതാണ്, അവർ ഏറ്റെടുക്കണം. അത് നല്ല നിലക്ക് നടന്നാൽ നമുക്ക് യാതൊരു ഫിത്തനയില്ല. നമുക്ക് ഇവിടെ എത്ര കാലം ജീവിക്കാം. നമ്മൾ ആരും തീവ്രവാദികളെന്ന് പറയില്ല. അപ്പൊ തീവ്രവാദിയും നമ്മൾ ആരെക്കൊണ്ടും പറയിപ്പിക്കാൻ പാടില്ല. ഇവിടെ ഈ ലോകത്ത് അള്ളാഹു പടച്ച എല്ലാ ജനങ്ങൾക്കും ഇവിടെ ആവശ്യമാണ്. എല്ലാ ജനങ്ങളെയും അള്ളാഹു നമുക്ക് ആവശ്യത്തിനുള്ള പടച്ചതാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം. നമ്മളിവിടെ ജാതി മതം നോക്കാൻ തീരുമാനിക്കുന്നു എന്ന് അത് അള്ളാഹ് തീരുമാനിക്കണം, നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ നല്ല മനുഷ്യന്മാരായിട്ട് പിത്തനയും ഫസാദും ഉണ്ടാക്കാതെ ജയിൽ കടന്ന് മരിക്കാത്ത രീതിയിൽ നമ്മളെയൊക്കെ ജീവിക്കാൻ വേണ്ടി ശ്രമം നടത്തും. നമ്മളെ പെണ്ണുങ്ങളെയും കുട്ടികളൊന്നും പട്ടിണിയാക്കരുത്. പിത്തനയും കുഴപ്പവും നാട്ടിൽ തീവ്രവാദവും വർഗീയത ഉണ്ടായിട്ട് ജയിലിൽ കിടന്നിട്ട് മരിക്കുക. അപ്പൊ അതിനാരും വകവരുത്താതെ എല്ലാവരോടും നല്ല നിലയ്ക്ക് എല്ലാവരും ഇവിടെ സമാധാനത്തിൽ ജീവിക്കട്ടെ. നമുക്കതാണല്ലോ ആവശ്യം. ഇവിടെ നല്ല നിലയ്ക്ക് സമാധാനത്തിൽ എല്ലാവരും ജീവിക്കണം. അപ്പൊ നമുക്ക് നല്ല സമാധാനത്തിന്റെ ഭരണം അതിന് പറ്റുന്ന ഉമറാക്കളെയും അള്ളാഹു പ്രദാനം ചെയ്തു തരട്ടെ. നമുക്കിവിടെ എന്നും ഇവിടെ സമാധാനത്തില് അള്ളാഹുവിന്റെ മഹത്തുക്കള് ഇവിടെ സുൽത്താനുൽ ഖാജാ മുഈൻദിസി തങ്ങളുടെ അവരൊക്കെ ഇവിടെ ഇന്ത്യ അഷ്റഫുൽ ഖൽഖ് അയച്ചതാ. അപ്പൊ അവരെ ഇന്ത്യയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അവരൊക്കെ പൊരുത്തത്തിൽ നല്ല വരണം. നമുക്ക് എന്നും അള്ളാഹിനെ ഓർത്ത് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ അള്ളാഹു കാഴ്ച വെച്ച് തരട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ഇതിൻ്റെ ബർക്കത്ത് എത്രയും നമുക്ക് പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് റഹ്മാനായ തമ്പുരാനെ, റഹീമായ തമ്പുരാനെ, ഞങ്ങൾ ഈ ഇന്നത്തെ ഈ ദിവസത്തിൽ ഞങ്ങളെ നീ കായ്മാക്കി മടക്കല്ലേ തമ്പുരാൻ. പടച്ചവനെ, ഞങ്ങൾ ഈ കേട്ടതും പറഞ്ഞതും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രത്യേകിച്ച് മരിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് നാഫിയാവരെ എൽമാക്കി അറിവാക്കി നൽകണേ തമ്പുരാൻ. പടച്ചവനെ, മരിക്കുന്ന സമയം ഞങ്ങൾക്ക് നാഫിയായിരിക്കുന്ന സാലിഹായിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഞങ്ങൾ നീ മരിപ്പിക്കണേ തമ്പുരാൻ. പടച്ചവനെ, നിന്റെ നല്ല മനുഷ്യന്മാരെല്ലാവരും പൊരുത്തം ഞങ്ങൾക്ക് വേണം. പടച്ചവനെ, ആരെയും അറിവില്ലാതെ കുറ്റം പറയാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകല്ലേ തമ്പുരാൻ. പടച്ചവനെ, നല്ലത് ചെയ്യാനും ഞങ്ങളെ പള്ളിയിലൊക്കെ ഓരോ പള്ളിയിലും നമ്മൾ നല്ല നിലക്ക് കയറിയിട്ട് അള്ളാഹിന് പൊരുത്തത്തിന് വേണ്ടി നെരിയാനക്ക് മേലെ വാസ്തവൊക്കെ കയറ്റിയെടുത്തിട്ട് നല്ല അതവോടു കൂടിയും ഗുരുത്വത്തോടു കൂടിയും നമ്മൾ വളരെയധികം സൂക്ഷിക്കുക. പരമാവധി പള്ളിയിലേക്കും ഇൽമിൻ്റെ സാഹസിലേക്കും വരുമ്പോൾ നല്ലൊരു തുണി നമ്മളെ വാപ്പാരുപ്പാപ്പന്മാരൊക്കെ കാണിച്ചു തന്നൊരു തുണി എടുത്തിട്ട് നമുക്ക് മൂത്രയിക്കാനും ഇരിക്കാനും എല്ലാത്തിനും നമുക്കൊരു സുഖമായ വസ്ത്രമാണ്. മനസ്സിലായി? ഇപ്പം ഈ കെട്ടിക്കുടുങ്ങിയതായിരിക്കുന്ന ഇത് നമ്മൾ ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുന്നത് ഒരു ഓഫീസ് വർക്കിന് ഒരാൾ പോകുമ്പോൾ അവന് വെള്ള വസ്ത്രം എടുത്തിട്ട് തുണി എടുത്തിട്ട് പോകണം ഓഫീസിൽ നിന്ന്. ആ ഭരണമൊക്കെ ഇപ്പോൾ ആരിപ്പോൾ പാലിക്കുന്നില്ല. അത് ഭരണഘടനയിൽപ്പെട്ടതാണ്. അപ്പം അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും എല്ലായിടത്തേക്കും ഒരു പാൻറ് ചെയ്യുന്ന ഒന്ന് ഭാഗത്തുന്ന പാൻറ് അതൊരു നല്ല കാര്യമല്ല. മനസ്സിലായില്ലേ? അതുപോലെ ഈ മാറാങ്കട്ടി എന്ന് പറഞ്ഞത് വയൊന്നാണ്ട് എടുത്തു കളഞ്ഞാൽ നമുക്ക് കുറേ സലാമത്ത് കിട്ടും. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് ചെയ്യാനും നല്ല മനുഷ്യന്മാരുടെ മാതൃക പിൻപറ്റാനും നല്ലവരോട് അവരെ വാക്കുകളൊക്കെ സ്വീകരിച്ച് നല്ലവരോട് ഒന്നിച്ചിട്ട് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റഹീമായ തമ്പുരാനെ, ഈ ലോകത്ത് ഈ ആഖിർ സമാനിൽ പടച്ചവനെ എല്ലാവരും എല്ലാ നിലക്കും പൊറുതി കെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് പടച്ചവന്. ജീവിക്കാൻ മാർഗമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പടച്ചവനെ. ഓരോ നിയമങ്ങളെ കൊണ്ടും വകുപ്പുകളെ കൊണ്ടിട്ടും ജീവിക്കാൻ യാതൊരു രക്ഷയില്ലാതെ സാധുക്കളായ ജനങ്ങൾ, നിരപരാധികളായിരിക്കുന്ന ജനങ്ങൾ പൊറുതിമുട്ടുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പടച്ചവനെ. നീ അതിനെ കണ്ടറിയണേ പടച്ചവനെ. റഹീമായ തമ്പുരാനി, ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട്, അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ആലമീനായിരിക്കുന്ന നബിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കിവിടെ എന്നും ഒരു കൃപ, നിന്റെ കൃപ ഞങ്ങൾക്ക് നീ എടുത്തു മാറ്റില്ല തമ്പുരാനെ. അത് എന്നും ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, സാധുക്കൾ
തമ്പുരാനെ. ഞങ്ങൾ സാലിഹായിരിക്കുന്ന അമല് നീ നൽകണേ തമ്പുരാനെ. എല്ലാ മാറാബി അതിരോഹങ്ങളെ കൊണ്ടും സാധുക്കളായിരിക്കുന്ന ജനങ്ങളൊക്കെ കഴിവില്ലാത്ത ജനങ്ങളും മാറാബി അതിരോഹങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ് പടച്ചവരെ. അതിനൊക്കെ നിന്റെ മഹലോഹയ ഫലൽ കൊണ്ട് നീ ശിഫയാക്കണേ തമ്പുരാനെ. പടച്ചവരെ, ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ സഹോദരിമാർക്കൊക്കെ നല്ല സമാധാനം നൽകണേ തമ്പുരാനെ. അവരുടെ താമം വീട്ടിലും ഞങ്ങളെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ നീ റഹ്മത്തും ബർക്കത്തും നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകണേ തമ്പുരാനെ. ജീവിതത്തിന് സമാധാനം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നീ നന്നാക്കി തരണേ തമ്പുരാനെ. ജീവിക്കുന്ന കാലം നിന്റെ പൊരുത്തത്തിനായിട്ട് ജീവിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്ന കാലത്ത് ഞങ്ങളെ നീ ഈമാനോടുകൂടി മരിപ്പിക്കണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ജീവിക്കുന്ന കാലം മരിക്കുന്ന സമയത്തിന് ശരിമായി പരിപൂർണമായും ശരിമായി കൊണ്ട് ജീവിച്ചിട്ട് സാലിഹീങ്ങളായിരിക്കുന്ന അമ്പിയാക്കന്മാർ, ഔലിയാക്കൾ, സാദാത്യങ്ങളെ അവരുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങൾ നീ എത്തിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇൻസുർനാ മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. പടച്ചവനെ, ദീനിന്റെ പേരിൽ ഞങ്ങൾക്കൊക്കെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ നാട്ടിലുള്ളതായിരിക്കുന്ന യുവാക്കന്മാരൊക്കെ പടച്ചവനെ, ഈ പരിപാടി അഷ്റഫുൽ ഖൽഖിന്റെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് അവരൊക്കെ വളരെ ത്യാഗം ദിവസങ്ങളായിക്കൊണ്ട് ഉറക്കൊഴിച്ചുകൊണ്ട് അവർ ത്യാഗം ചെയ്തു തമ്പുരാനെ. അവരൊക്കെ അഷ്റഫുൽ ഖൽഖിന്റെ മഹബ്ബത്തിന് നീ നൽകണേ തമ്പുരാനെ. അഷ്റഫുൽ ഖൽഖിന്റെ മഹബ്ബത്തിന് നൽകണേ തമ്പുരാനെ. അവരെ കൊണ്ടൊക്കെ അവരുടെ നന്മ നീ ഈ നാട്ടിൽ നീ നിലനിർത്തണേ തമ്പുരാനെ. മാതാപിതാക്കൾക്കും ഗുണം ചെയ്യുന്ന മക്കളാക്കണേ തമ്പുരാനെ. ദീനിന്റെ ഖിദ്മത്തെടുക്കുന്ന മക്കളാക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങൾക്ക് അർശന്റെ തണലിലാക്കി നീ ജീവിപ്പിക്കണേ, ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ആളമാശറയിൽ ജനങ്ങൾ വിയർപ്പിൽ പൊറുതിമുട്ടുന്നതായിരിക്കുന്ന സമയത്ത് നിന്റെ കൊട്ടാഹാരത്തിന്റെ തണലിലായിട്ട് പാവങ്ങളായിരിക്കുന്ന ഞങ്ങൾക്ക് ദോഷങ്ങളെ കൊണ്ട് കൂമ്പാരമാക്കിയതായി ഞങ്ങൾക്ക് നീ തൗഫീഖ് തണൽ നൽകണേ തമ്പുരാനെ. തണൽ നൽകണേ തമ്പുരാനെ. തണൽ നൽകണേ തമ്പുരാനെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ ഔലിയാഇ വൽ മുർസലീൻ.